ഇസ്രായേൽ ഓപ്പറേഷൻ നോർത്തേൺ എന്ന് പേരിട്ട ആക്രമണം ചൊവ്വാഴ്ച തുടങ്ങാനിരിക്കുമ്പോൾ ഹിസ്ബുള്ള രാവിലെ വടക്കൻ ഇസ്രായേലിന് നേരെ 100-ലധികം റോക്കറ്റുകൾ തൊടുത്തുവിട്ടു. പ്രധാനമായും ഗലീലിലേക്ക്. ഹൈഫയുടെ തെക്കുഭാഗത്തുള്ള ഹാർ കാർമൽ പ്രദേശത്ത് ഹിസ്ബുള്ള ഒരു ബാരേജ് വെടിവെച്ചതിനെ തുടർന്ന് ദലിയത്ത് അൽ കർമലിലേക്കുള്ള റോഡിൽ 19 വയസ്സുള്ള ഒരാൾക്ക് തോളിൽ പരിക്കേൽക്കുകയും മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആംബുലൻസിൽ ഹൈഫയിലെ റബാം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെ ഹിസ്ബുള്ള കിരിഷ്മോണയിലും സമീപ പ്രദേശങ്ങളിലും 50ഓളം റോക്കറ്റുകളുടെ ബാരേജാണ് തൊടുത്തുവിട്ടത്. വലിയ തോതിൽ ആളുകളെ ഒഴിപ്പിച്ച നഗരത്തിൽ നിരവധി ബോംബർ വീണു. തീയാളി കത്തുകയുണ്ടായി. ഇന്റർസെപ്റ്ററിന്റെയും റോക്കറ്റിന്റെയും ശകലങ്ങൾ നഗരത്തിൽ വീണതായി പോലീസിന് 1-ലധികം റിപ്പോർട്ടുകൾ ലഭിച്ചു. ഒരു റോക്കറ്റ് വെയർഹൌസിൽ നേരിട്ട് സ്കോർ ചെയ്തു. ബറൂച്ച് ഹാഷിമിൽ ആർക്കും പരിക്കില്ല. എന്നാൽ ബാരേജ് മൂലമുണ്ടായ നിരവധി തീ അണയ്ക്കാൻ 5 അഗ്നിശമന സേനാംഗങ്ങൾ ആവശ്യമായിരുന്നു. കിരിഷ്മോനയിൽ റോക്കറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായി പൊട്ടിത്തെറിക്കുന്നത് കേൾക്കാമായിരുന്നു. അധികം താമസിയാതെ ഹിസ്ബുള്ള ഗലീലിനു നേരെ മറ്റൊരു ബാരേജ് റോക്കറ്റ് തൊടുത്തുവിട്ടു. നഹാരിയയിൽ തൊടുത്തുവിട്ട 2 റോക്കറ്റുകൾ കടലിൽ പതിച്ചു. യാർക്ക മേഖലയിൽ റോക്കറ്റ് വീണതിനെ തുടർന്ന് വാഹനമോടിച്ച സ്ത്രീക്കും പുരുഷനും പരിക്കേറ്റു ചികിത്സയിലായി. പടിഞ്ഞാറൻ ഗലീലിലെ ബാരേജുകൾക്കിടയിൽ നിസ്സാരമായി പരിക്കേറ്റ 9 പേരെ മെഡിക്കൽ സ്റ്റാഫ് ചികിത്സിച്ചതായി നഹാരിയയിലെ ഗലീൽ മെഡിക്കൽ സെന്റർ ചൊവ്വാഴ്ച പറഞ്ഞു. സൈറണുകൾക്കിടെ 2 വാഹനാപകടങ്ങളിൽ പരിക്കേറ്റ 4 സ്ത്രീകൾ, യാർക്കയ്ക്ക് സമീപം ഒരാൾ, നഹാരിയയ്ക്ക് സമീപം ഒരാൾ. കാറിന് സമീപം റോക്കറ്റ് വീണ് ഭർത്താവിനും ഭാര്യയ്ക്കും പരിക്കേൽക്കുകയും ഷെൽട്ടറുകളിലേക്ക് ഓടുന്നതിനിടെ 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം ചൊവ്വാഴ്ച രാവിലെ മുതൽ ലെബനിൽ 2ാമത്തെ വ്യോമാക്രമണ പരമ്പര പൂർത്തിയാക്കിയതായി IDF പ്രഖ്യാപിച്ചു. ബക്ക താഴ്വരയിലെയും തെക്ക് ഭാഗത്തെയും ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി. തിങ്കളാഴ്ച മുതൽ 558 പേർ കൊല്ലപ്പെടുകയും 1835 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു.